നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറെ പരിചിതമായ കാശിത്തുമ്പയെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതും പഠിക്കുന്നതും. നമ്മുടെ നാട്ടിലൊരു പൂന്തോട്ട സസ്യമായി വളർത്തുന്ന സസ്യമാണ് കാശിത്തുമ്പ. അലങ്കാരത്തിനും ഭക്ഷണത്തിനും മരുന്നിനും ഉപയോഗിക്കുന്ന കാശിത്തുമ്പയെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. ഇതിനെ ബാൽസാമിനേസി കുടുംബത്തിലെ ഇംബേഷ്യൻസ് ജനുസിൽപ്പെട്ട ഒരു സസ്യമാണിത്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇംബേഷ്യൻസ് ബാൽസാമിന എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ കാശിത്തുമ്പ, പട്ടാണിപ്പൂ, ബാൾസം, ഓണപ്പൂ എന്നൊക്കെ വിളിക്കാറുണ്ട്. കേരളത്തിൽ ഓണക്കാലത്ത് വളർന്ന് പൂവിടുന്നതിനാലാണ് ഈ ചെടിക്ക് ഓണപ്പൂ എന്ന് പേരുണ്ടായത്. ഇതിന് ഇംഗ്ലീഷിൽ ഗാർഡൻ ബാൾസം, റോസ് ബാൾസം, സ്പോട്ടഡ് സ്നാപ്പ് വീഡ്, ടച്ച് മീ നോട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ തൈരണി എന്നാണ് വിളിക്കുക. ഹിന്ദിയിൽ ഇതിനെ ഗുൽ മെഹന്തി എന്നാണ് വിളിക്കുക. കന്നഡ ഭാഷയിൽ ഇതിനെ കർണകുണ്ഠല ഗൗരിഖു എന്ന് വിളിക്കും. തെലുങ്ക് ഭാഷയിൽ ഇതിനെ ചിലകമുക്കപ്പൂവ്, കാസിത്തുമ്മി എന്നൊക്കെ വിളിക്കാറുണ്ട്. തമിഴിൽ ഇതിനെ ഐവർ തേങ്കിടുമ്പായി, ഐവർ തേങ്കി എന്നൊക്കെ വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയിലും മ്യാൻമാറിലുമാണ് കാശിത്തുമ്പയുടെ ഉത്ഭവം എന്നാണ് കരുതപ്പെടുന്നത്. ഈ ചെടി മിതശീതോഷ്ണ മേഖലയിലെ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല പ്രദേശങ്ങളിൽ, ചൂടുള്ള പ്രദേശങ്ങളിലൊക്കെ വളരാറുണ്ട്. കാശിത്തുമ്പ കിഴക്കേ ദക്ഷിണേഷ്യയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഇത് വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. കിഴക്കൻ ഹിമാലയം, ശ്രീലങ്ക, തെക്കുകിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക, മഡഗാസ്കർ എന്നിവിടങ്ങളിലെല്ലാം കാശിത്തുമ്പയുണ്ട്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതിൽ ഭംഗി കുറവുള്ള ഇനങ്ങളെ അധിനിവേശ കളയായിട്ടാണ് കണക്കാക്കുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന പല ഇനങ്ങളും ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. രൂപവരണം നോക്കാം. കാശിത്തുമ്പ ഒരു ഏകവാർഷിക സസ്യമാണ്. 20 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരാറുണ്ട്. കട്ടിയുള്ളതും എന്നാൽ ദുർബലവുമായ കാണ്ഡത്തോടു കൂടിയ സസ്യമാണിത്. ഇലകൾ സർപ്പാള ആകൃതിയിലാണ് ഉള്ളത്. ഇത് അടുക്കി വെച്ചതുപോലെ കാണപ്പെടും. ഇവയ്ക്ക് ഇലകൾക്ക് 2.5 തുടങ്ങി 9 സെൻറ്റിമീറ്റർ വരെ നീളവും 1 തുടങ്ങി 2.5 സെൻറ്റിമീറ്റർ വീതിയും ഒക്കെ ഉണ്ടാകും ഇലകൾക്ക്. ഇലകൾ വാളിൻ്റെ വായ്ത്തലയ്ക്ക് സമാനമായ അരികുകളോടുകൂടിയുള്ളവയാണ്. ഇവയുടെ പൂക്കൾക്ക് പിങ്ക്, ചുവപ്പ്, വെള്ള, പർപ്പിൾ എന്നീ നിറങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. 2.5 തുടങ്ങി 5 സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ള പൂക്കളാണ് ഇവയുടേത്. തേനീച്ച, ഒപ്പം തന്നെ തേൻ കുടിക്കാനെത്തുന്ന പക്ഷികൾ എന്നിവയൊക്കെ വഴി പരാഗണം നടത്തപ്പെടുന്നു. പൂക്കളുടെ തണ്ടുകൾക്ക് 1 തുടങ്ങി 5 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടാകും. ഫലം ക്യാപ്സ്യൂൾ പോലെയാണ്. പഴുത്ത ഫലം സ്പർശിച്ചു കഴിഞ്ഞാൽ അത് വിത്തുകൾ പൊട്ടി തെറിക്കുന്നത് കാണാൻ പറ്റും. ഇനങ്ങളെ നോക്കാം. കാശിത്തുമ്പയുടെ പ്രകൃതിദത്ത ഇനമായ കാട്ടുകാശിത്തുമ്പ നമ്മുടെ പറമ്പുകളിൽ സ്വാഭാവികമായി വളരാറുണ്ട്. കാശിത്തുമ്പയ്ക്ക് ലോകത്തിലാകെ 1000-ഓളം ഇനങ്ങളാണ് കണക്കാക്കപ്പെട്ടുള്ളത്. 14 ദിവസം മുതൽ 2 മാസം വരെ പൂക്കൾ കൊഴിയാതെ നിൽക്കുന്ന കാശിത്തുമ്പ ഇനങ്ങൾ പശ്ചിമഘട്ട നിരയിലുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 30 പുതിയ ഇനങ്ങൾ കണ്ടെത്തുകയുണ്ടായി. കാശിത്തുമ്പ വർഗത്തിൽപ്പെട്ട 6 പുതിയ കാശിത്തുമ്പ ഇനങ്ങൾ കാലിക്കട്ട് സർവകലാശാലയിലെ ഗവേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കടും നിറങ്ങളിൽ ഭംഗിയുള്ള കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന പുതിയ അലങ്കാര ചെടികളെ അരുണാചൽ പ്രദേശിൽ നിന്നാണ് തിരിച്ചറിഞ്ഞത്. ഇംബേഷ്യൻസ് അരുണാചലൻസിസ്, ഹരിദാസനി, നീലലോഹിത, സ്യൂഡോസിൻഡ്രിന, റോയിൻജൻസിസ്, വാലൻജൻസിസ് എന്നിവയാണ് പുതിയ ഇനങ്ങൾ. പൊതു ഉപയോഗങ്ങൾ നോക്കാം. ഇവിടെ ഇല, വിത്ത്, കാണ്ഡം എന്നിവ പാചകം ചെയ്താൽ ഭക്ഷണയോഗ്യമായിട്ട് പ്രയോജനം ചെയ്യുന്നതാണ്. പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളിൽ വൻതോതിൽ അലങ്കാര സസ്യമായി ഇവ കൃഷി ചെയ്തു വരാറുണ്ട്. നമ്മുടെ നാട്ടിലും പൂന്തോട്ടങ്ങളിൽ ഇത് നട്ടുപിടിപ്പിക്കാറുണ്ട്. ചുവന്ന പൂക്കളിൽ നിന്നും അതുപോലെ തന്നെ സാധാരണ ഇലകളിൽ നിന്നും ഒരു ചായം ഉണ്ടാക്കാറുണ്ട്. ചുവന്ന പൂക്കൾ അരച്ച് മൈലാഞ്ചിക്ക് പകരം വിരലിലും കാൽവിരലിലും ഒക്കെ നിറം നൽകാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. ഇതിൻ്റെ വിത്തിൽ 27% വിൻകോസിസ്
അടങ്ങിയിട്ടുണ്ട്. അതിന് വിസ്കോസ് എന്നും പറയാറുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്കും സന്ധിവേദനയ്ക്കും മറ്റു ചില അസുഖങ്ങൾക്കുമുള്ള മരുന്നിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇലകളുടെ നീര് അരിമ്പാറ, പാമ്പുകടി എന്നിവയുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. പൂക്കൾക്കും അവയുടെ കഷായത്തിനും ചില രോഗകാരികളായ ഫംഗസുകൾക്കും ബാക്ടീരിയകൾക്കുമെതിരെ ആൻറ്റിബയോട്ടിക്കായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. വിത്ത് ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബലം നൽകുന്നതിനായി പൊടിച്ച വിത്തുകൾ സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് നൽകാറുണ്ട്. ക്രമരഹിതമായ ആർത്തവത്തെ ചികിത്സിക്കാൻ വേരുകളുടെ കഷായം ഉപയോഗിക്കാറുണ്ട്. വേരുകൾ ചിലപ്പോൾ ചതച്ച് മുറിവുകൾ, ചർമ്മത്തിൻ്റെ വീക്കം, കീറിപ്പോയ നഖങ്ങൾ എന്നിവയിൽ പൂശാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. കാശിത്തുമ്പയുടെ ചതച്ച ഇലകൾ മുറിവുകളിലും ത്വക്ക് വീക്കങ്ങളിലുമൊക്കെ പുരട്ടിയാൽ ശമനമുണ്ടാകുന്നതാണ്. 2. പൊള്ളലേറ്റ ഭാഗത്ത് ഉടനെ തന്നെ ആ ഭാഗത്ത് പൂക്കൾ അരച്ച് പുരട്ടിയാൽ ചർമ്മങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടുകയും പൊള്ളലിൻ്റെ വ്യാപ്തി കുറയുകയും ചെയ്യും. 3. കാശിത്തുമ്പയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് അരിമ്പാറകളുടെ മുകളിൽ തുടർച്ചയായി പുരട്ടിയാൽ ശമനമുണ്ടാകും. 4. വിരൽമേലുള്ള കുരു, കുഴിനഖം, നഖവ്രണം എന്നിവയിൽ ചതച്ച ഇലകൾ ഉപ്പും എണ്ണയും യോജിപ്പിച്ച് വിരലിന് ചുറ്റും പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സുഖപ്പെടുന്നതാണ്. 5. കീറിയ വിരലുകളുടെയും കാൽവിരലുകളുടെയൊക്കെ നഖങ്ങൾ സുഖപ്പെടുത്താനായിട്ട് ചതച്ച ഇലകൾ ഉപ്പും അവണക്കെണ്ണയും യോജിപ്പിച്ച് പല പ്രാവശ്യം പുരട്ടുന്നത് നല്ലതാണ്. കൃഷി വിവരങ്ങളെ നോക്കാം. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും കാശിത്തുമ്പ വളരുന്നതാണ്. വിത്തുകൾ ശേഖരിച്ച് പാകി മുളപ്പിച്ച് തൈകൾ പറിച്ചു നട്ട് ഇത് ചെയ്യാവുന്നതാണ്. കാര്യമായ പരിചരണമൊന്നുമില്ലാതെ വളരുന്നതാണ്. സൂര്യപ്രകാശം ലഭിക്കുന്ന വളക്കൂറുള്ള മണ്ണിൽ ഇത് ധാരാളമായിട്ട് വളരുകയും മിക്കവാറും പുഷ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാദം, സന്ധിവാദം, വൃക്കയിലെ കല്ലുകൾ, ഹൈപ്പർ അസിഡിറ്റി എന്നിവയുള്ളവർ ഈ ചെടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർ അധികം ഉപയോഗിക്കരുത്. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. വൺ മാൻ ഷോ എന്ന സിനിമയിൽ കൈതപ്രം എഴുതി സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി പി ഉണ്ണികൃഷ്ണൻ, സ്വർണ്ണലത എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: കാശിത്തുമ്പ പൂവേ എന്നെ ആശയ്ക്കുള്ളിൽ മുത്തേ, അത്തിച്ചമനക്കാവിൽ എൻ അത്തച്ചമയ കനവിൽ എന്നാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.